എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഒരു പ്രഭാതം കൂടി കാണാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടി. നമ്മൾ ഈ ഓൾട്ടറിൻ്റെ മുന്നിൽ രാവിലെ ചെന്ന് നിൽക്കുമ്പോൾ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് ഈ ഒരു കാര്യത്തിനാണ്. രാവിലെ എഴുന്നേറ്റ് ഓൾട്ടറിൻ്റെ മുന്നിൽ എനിക്ക് എത്താൻ സാധിച്ചതിന് ആ ഒരു വലിയ അനുഗ്രഹത്തിന് ദൈവത്തോട് നന്ദി പറയണം. കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഓരോ ഹോസ്പിറ്റലുകൾ, എത്രയോ ഹോസ്പിറ്റലുകളാണ്, അതിലെന്തോരോ ആളുകളാണ് തിങ്ങി നിറഞ്ഞ് രോഗികളായിട്ട് കിടക്കുന്നതും അവരുടെ ബൈസ്റ്റാൻഡേഴ്സ്. അവർക്ക് ചിലപ്പോൾ ഇരിക്കാനും നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല. ചിലവരൊരു കസേരയിൽ ഇരുന്ന് നേരം വിളിപ്പിക്കാറുണ്ട്, ചിലവർ അവിടെ ഒരു തുണി വിരിച്ച് താഴെ വെറും തറയിൽ കിടന്നുറങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ചുറ്റും 24 മണിക്കൂറും ഉണർന്നിരിക്കുന്ന ആളുകളും അങ്ങനെയൊക്കെ കാത്ത് പരിപാലിച്ചൊരു രോഗിയെ സംരക്ഷിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴും ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ചുള്ള പരാതികൾ പറയുമ്പോൾ നമുക്കത് പറയാൻ തോന്നാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് എല്ലാവർക്കും തന്നെ പരാതികളാണല്ലേ, അതില്ല ഇതില്ല, എന്ത് കാര്യത്തിനും നമ്മൾക്ക് പരാതികളാണ്. നമ്മളൊന്ന് നമ്മളിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ കരഞ്ഞു വിളിച്ച് പരാതി പറയുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിലും നമ്മൾക്കൊരു പക്വതയോട് കൂടിയിട്ട് ഒരു സംയമനം പാലിച്ച് എപ്പോഴും നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. എവിടെയെല്ലാം ആളുകൾ ഏതെല്ലാം രീതിയിൽ ജീവിക്കുന്നു, എന്തെല്ലാം വിഷമതകൾ ഓരോരുത്തർ സഹിക്കുന്നു, ഇതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെയൊക്കെ ഈ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതെല്ലാം നമുക്ക് ചെറുതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഭയങ്കര വലുതാണ്, അങ്ങനെ ആയിപ്പോവും. നമ്മൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളുണ്ട്: തിരുത്താൻ പറ്റുന്നതും തിരുത്താൻ പറ്റാത്തതുമായ കാര്യങ്ങളുണ്ട്. തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളോട് പൊരുത്തപ്പെടാതിരിക്കുന്നതും. ഒരു നഷ്ടം നമ്മൾ ഒരിക്കലും തിരിച്ചു വരാത്ത നഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ടേ മതിയാവുള്ളൂ. പക്ഷേ നമ്മൾക്ക് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പോകുന്ന ആ ഒരു മന്ദഗതിയിൽ അതിനോട് പൊരുത്തപ്പെട്ട് പോകുന്ന ആളുകളുടെ ജീവിതവും നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ആദ്യം പറയാൻ തോന്നിയത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പരിപ്പ് കറിയാണേ. നമുക്ക് പോകാനെത്തും പോകാം. ഓടി പോണേ. അതെങ്ങനെ കയറാൻ പറ്റൂല, അത് കാർത്തിരി എന്നെ നോക്കണേണ് ഞാൻ വന്നണ്ടാന്ന്. ഗേറ്റ് തുറക്കണം. കാറ് ഇത്തിരി മുന്നോട്ടാക്കാതെ ഒക്കെ കയറാൻ പറ്റൂല, അല്ലെങ്കിൽ പൊക്കിയും കയറ്റടാ. ഉള്ളിക്ക് തിരിച്ച് പോണേണ്, എവിടെയാണെന്ന് അറിയാൻ പാടില്ല. മമ്മി കേറാ, മമ്മി കേറണ്ട. ഇത്തിരി കാറ് മുന്നോട്ട് എടുക്കട്ടെ, എന്നിട്ട് കയറാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇല്ലേ, ഇന്ന് വേഗം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഇത്തിരി ചോറ് കുക്കറിൽ ഇട്ട് വെച്ചിട്ട് ഇത്തിരി ബാക്കി ചോറ് തലേദിവസം ഉള്ളതുകൊണ്ടാണ് ഇന്ന് കുക്കറിൽ ചോറിട്ടത്. അത്രയും മതിയാകും. അപ്പോൾ കുക്കറിലാകുമ്പോൾ 1 നാഴി അരി ഇടാൻ പറ്റുള്ളൂ. നമ്മൾ കലത്തിലാണെങ്കിൽ 1.5 നാഴിയേ ഇടുക. 2 നാഴി 2.5 നാഴി കലത്തിൽ വേകുമെങ്കിൽ നമ്മൾ 1.5 നാഴിയാണ് നമുക്ക് ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് ബാക്കി പിറ്റേ ദിവസമൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ വേഗം ഞങ്ങൾ ഇറങ്ങിയേക്കണത് റൂബി കൊച്ചിന് വാക്സിനേഷൻ എടുക്കണം, ഈ പേവിഷബാധയുടെ. അപ്പോൾ അതിന് 1 വർഷത്തിൽ 1 വാക്സിനേഷൻ അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ ഡേറ്റൊക്കെ നമ്മൾ നേരത്തെ എടുത്തത് ഡേറ്റ് നോക്കി വെച്ച് ആ സമയത്ത് കൊണ്ടുപോയില്ല, ലേറ്റായി പോയെന്നുണ്ടെങ്കിൽ നമ്മൾ 2 തവണ കൊണ്ടുപോകണം, ഒരു ബൂസ്റ്റർ ഡോസും കൂടി എടുക്കാനായിട്ട്. എന്നാലേ അവർ ഈ ഇത് വാക്സിനേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഡേറ്റ് നോക്കി വെച്ചേക്കും. ഒരു തവണ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്തോ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇവളുടെ ഡേറ്റ് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഡേറ്റ് തെറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഡേറ്റിന് കുറച്ച് മുന്നേ തന്നെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒരു ദിവസം പോലും വൈകാൻ പാടില്ല. വൈകി കഴിഞ്ഞാൽ 2 തവണ നമ്മൾ കൊണ്ടുചെല്ലണം. ഒരു ബൂസ്റ്റർ ഡോസ് എടുത്തതിന് ശേഷം പിന്നെ കൊണ്ടുചെന്നിട്ട് പിന്നെ അടുത്തൊരു ബൂസ്റ്ററും പിന്നെ ഈ ഒരു വാക്സിനേഷനും കൂടി കൊടുത്തിട്ടാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് അന്ന് എനിക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് തന്നെയും
പിന്നെ ഒരിക്കലും ഇപ്പോൾ 8ാമത്തെയാണല്ലോ ഇവൾക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഒരിക്കലും ആ ഒരു അബദ്ധം നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഇതെല്ലാം നോക്കണത് ഞാൻ തന്നെയാണ് കേട്ടോ. ഈ ഡേറ്റ് എല്ലാം ഓർത്ത് വെച്ച് ആ ഒരു സമയവും എല്ലാവരെ ഓർമ്മിപ്പിക്കണതൊക്കെ ഞാൻ തന്നെയാണ്. വേറെ ആരും ഇതൊന്നും ഓർക്കൂല കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. റൂബിയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ളതും എല്ലാ അസുഖത്തിൻ്റെ മരുന്ന് ഇങ്ങനെയുള്ളതെല്ലാം ഞാൻ തന്നെയാണ് ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഇന്നിപ്പോൾ അതാണ് നമ്മൾ പോയത്, വാക്സിനേഷൻ എടുത്തിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ കുറേയധികം നേരം നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. നമ്മളൊരു 10 മണിക്ക് മുൻപേ തന്നെ പോയതാണ്. അവിടെ പേരെല്ലാം എഴുതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം 2 മണിക്കൂറോളം നമ്മളവിടെ നിൽക്കേണ്ടി വന്നു. കാരണം അവിടെ ഒരു ആട് വണ്ടി ഇടിച്ചിട്ട് അതിന് ചെറിയ സർജറിയൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഡോക്ടേഴ്സ് അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അതുപോലെ ഒരുപാട് ഡോഗുകൾ, പൂച്ചകൾ ഒക്കെ വന്ന് അവിടെ വെയിറ്റിങ്ങിലായിപ്പോയി. അങ്ങനെ ചില സമയങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പണി വരും ഇടക്ക്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് നേരം നിന്ന് അങ്ങനെയാണ് ഇതേ തിരിച്ച് വീട്ടിലെത്തിയത്. ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ ഇന്നെനിക്ക് ഒന്നും ചെയ്യാനുള്ള നേരമൊന്നുമില്ല. ഇനിയിപ്പോൾ വന്ന് കയറിയാൽ ഉടനെ റൂബിനെ കുളിപ്പിക്കണം. കാരണം നമ്മൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നടന്നും അവളവിടെ നിന്നും അതുപോലെ ആ ഒരു ഇവരുടെ ഒരു ബോർഡിൽ അവിടെ കിടത്തുമല്ല, അതിൽ കിടക്കുമ്പോൾ വേറെ ഡോഗും എല്ലാം കിടന്ന ഒരു സ്ഥലമൊക്കെയാണ്. ക്ലീൻ ചെയ്യുമവർ, എങ്കിൽ തന്നെയും നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതിന് മുൻപ്, ഇവൾ അവിടെ ഇവിടെയൊക്കെ ചാടി കയറുന്നതിന് മുൻപ് തന്നെ കൊണ്ടുപോയി അപ്പം തന്നെ കുളിപ്പിക്കാൻ നിർത്തും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. അപ്പോൾ ഇതാണ് വാക്സിനേഷൻ്റെ ഡേറ്റും. ഇനി ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നമ്മൾ അടുത്ത വർഷം ചെയ്യണം. അപ്പോൾ വാക്സിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അത് ഫ്രീ ആയിട്ടല്ല, 50 രൂപ ഏതാണ്ട് കൊടുക്കണം. 50 രൂപയുള്ളൂ, ഫ്രീ ഒന്നുമല്ല. പക്ഷേ പുറത്തുനിന്ന് ഇതിൻ്റെ ബൂസ്റ്റർ ഡോസ് എന്തോ മേടിക്കാനാണ് നമ്മൾക്ക് പുറത്തേക്ക് ചീട്ട് തരും. അതിന് ഇപ്പോൾ 1000 രൂപ അടുത്താണ് വില. അപ്പോൾ ഇത്തവണ 1000 രൂപ അടുത്തായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലസ് അവിടെ കൊടുക്കാനുള്ള 50 രൂപ എന്തോ 50ഉം പിന്നെ 25 രൂപ എന്തോ അവിടുത്തെ OP ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള അത് ചീട്ടെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും രൂപയാണ് ഇത്തവണ ആയേക്കണത്. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 500 രൂപയായിരുന്നു. ആ 500 രൂപയാണ് ഇപ്പോൾ 1000ത്തിലേക്ക് കടന്നേക്കണത്. കാരണം പെറ്റ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എത്ര രൂപ പറഞ്ഞാലും ആളുകളത് ചെയ്തോളുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് സംഭവം. അപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്നിട്ട് വേഗം തന്നെ കുളിപ്പിച്ചേട്ടാ. ഈ കുളിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ അവൾക്ക് ചാടിക്കയറി എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ആദ്യം തന്നെ കുളിപ്പിച്ചപ്പോൾ ഒത്തിരി നേരം പോയി. കുളിപ്പിക്കണത് ഇപ്പോൾ വേഗം കാണിച്ച് തീർത്തെങ്കിലും ഒത്തിരി നേരം എടുത്താണ് നമ്മൾ കുളിപ്പിക്കണത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി ഇവളുടെ മുടി ഉണക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ സ്കിന്നിന് കുഴപ്പമാണ്. ഇവളധികം കുളിപ്പിക്കാൻ പാടുള്ളത് ഞാൻ എപ്പോഴും പറയില്ലേ, കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കിൻ ഡിസീസ് കൂടുതലായിട്ട് വരണത് അപ്പോഴാണ്. ഇവർക്ക് 7 ലെയറാണ്, അങ്ങനെ എത്രയോ ലെയറാണ് ഈ രോമം. അപ്പോൾ ഈ രോമം ഇതൊക്കെ മീതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പിടിച്ചു നോക്കുമ്പോൾ ഒരു വെള്ളം ഉണ്ടാവില്ല, ഉണങ്ങി നല്ല ഡ്രൈ അടിച്ചിരിക്കണ പോലെ തോന്നും. പക്ഷേ ഈ ലെയർ ഉള്ളിലേക്ക് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇങ്ങനെ നനവുണ്ടാകും. അത് സ്കിന്നിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അധികം അങ്ങോട്ട് കുളിപ്പിക്കാറില്ല ഇവളെ. അപ്പോൾ അതേ കുളിപ്പിച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം ഈ കാണുന്നത്. പിന്നെ അവൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹഗ് ആൻഡ് വാഗിൻ്റെയാണ്. പിന്നെ അവളുടെ ഉള്ളം കൈയും കാലും ഒക്കെ പോസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഫോം ഉള്ള ഈ ഒരു ബ്രഷൊക്കെ ഉള്ളത്, ഇത് വെച്ചിട്ടാണ് കൈയും കാലും ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. നഖത്തിൻ്റെ ഇടയിലും ഒക്കെ ഇത് വെച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ഫോം നിങ്ങൾ നിറഞ്ഞിട്ട് അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യും. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ അവൾ നിന്നൊന്നും തരൂല, എങ്കിൽ തന്നെയും നമ്മൾ പിടിച്ച് നിർത്തി ക്ലീൻ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളുടെ മുഖത്ത് അധികം സോപ്പിടാനൊന്നും ഇവൾ സമ്മതിക്കൂല. കുളിക്കുമ്പോൾ ഈ റിങ്കിൾസിൻ്റെ അകത്തൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നല്ല കുതിർന്നിരിക്കും. അപ്പം നമ്മൾ ഇതുപോലെ വൈപ്പ് വെച്ചിട്ട് ആ റിങ്കിൾസിൻ്റെ അകത്തൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അഴുക്കെല്ലാം വിട്ടിളകി ഇങ്ങോട്ട് പോരും. കാരണം ഇവളുടെ ഈ റിങ്കിൾസിൻ്റെ അകത്തൊക്കെ എപ്പോഴും അഴുക്കും വിയർപ്പും, അങ്ങനെ വിയർപ്പില്ലവർക്ക് എങ്കിലും ആ ഒരു ഇതെല്ലാം അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമാണ് ആ റിങ്കിൾസ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു സമയമാണിത്, കുതിർന്ന് നിൽക്കുന്ന സമയത്ത്. നമ്മൾ വെറുതെ എല്ലാ ദിവസവും റിങ്കിൾസ് ഇങ്ങനെ ഇത് വൈപ്പ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യണത് എങ്കിൽ പോലും ആ റിങ്കിൾസിൻ്റെ അകത്ത് ഉണങ്ങിയിരിക്കുന്നത് പെട്ടെന്ന് പോരില്ല. ഇതിപ്പോൾ ക്ലീനായിട്ട് പോന്നിട്ടുണ്ട്. നല്ല അഴുക്കുണ്ടായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെവി ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു വൈപ്പ്, അത് വെച്ച് ചെവിയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവൾ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുള്ളൂ കേട്ടോ, എഴുന്നേറ്റ് തരില്ല.
തരില്ല. അടിവശത്തൊക്കെ കുതിർന്നിരിക്കണേണ് നല്ല രീതിയിൽ. ഇവളൊട്ട് പുറത്ത് പോയി നിൽക്കുകയില്ല. പുറത്ത് നല്ല വെയിലുണ്ട്, ആ വെയിലടിച്ചാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങും, അതൊന്നും ഇവൾ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവളെ പൊക്കി പിടിച്ച് കൊടുക്കണേണ്. ഇവൾ ഇരുന്ന് കളയും, ഭയങ്കര മടിയാണ്, ഇരുന്നെടുത്തേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഉള്ളിൽ കാലിൻ്റെ ആ തുടഭാഗത്തും എല്ലാം നല്ല കുതിർന്നിരിക്കണേണ്. അപ്പോൾ ഞാൻ റയൻ വന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും അവനെ കൊണ്ട് ചെയ്യിക്കണേണ്. പിന്നെ ആ വിരലിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ നല്ല കുതിർന്നിരിക്കണേണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒരു രീതിയിൽ ഉണക്കിയെടുത്ത് ഈ ഒരു ഹെയർ ഡ്രയർ അഗാരോൻ്റെ നമ്മൾ മേടിച്ചതായിരുന്നു. ഇത് നല്ല വാട്സൊക്കെ കൂടിയ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഹെയർ ഡ്രയർ. നമ്മുടെ കയ്യിലുള്ള ഹെയർ ഡ്രയർ ഒട്ടും തന്നെ കൊള്ളില്ല എന്ന് ഇത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കണം. പൗഡറൊക്കെ ഇടുമ്പോൾ ശരിക്കും ഉണങ്ങാതെ പൗഡർ ഇടില്ല. പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ആ നനവോടുകൂടി ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അത് അലർജി അപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് പൗഡറൊക്കെ ഇട്ടത്. പിന്നെ നമ്മളുടെ റൂബിക്ക് ഇപ്പോൾ ഈ രോമം കൊഴിയണ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് രോമം ഇങ്ങനെ വാരി ഞങ്ങൾ കളഞ്ഞ് അതെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ അകത്തേക്ക് കയറ്റിയേക്കണത്. അപ്പോൾ അവിടെ രോമം വാരിയ സ്ഥലത്തെല്ലാം ഒരുപാട് കിടക്കുന്നുണ്ട്. പിന്നെ ഞാനത് അടിച്ച് വാരി എല്ലാം കളഞ്ഞിട്ടാണ് അങ്ങനെ. അപ്പോൾ ഇവളെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞാണ് പിന്നെ വന്നിട്ട് അവളുടെ നനവെല്ലാം എടുത്ത്. അപ്പോൾ റയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞറിഞ്ഞു ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുക, അവളോട് നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ തന്നെ കുറച്ച് നേരം അവൾ നിന്ന്. വേഗം തന്നെ ഞാൻ കുളിച്ച് വന്ന് പെട്ടെന്ന് തന്നെ കുളിച്ച് വന്നിട്ടാണ് ചെയ്തു കൊടുത്തത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒത്തിരി നേരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് കറി വെക്കാനാണ്? ഒരു കറിയും വെക്കാനൊന്നുമില്ല, മീനെല്ലാം തീർന്നു. ഉപ്പുമീൻ വറുത്തതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു മുട്ട ഓംലെറ്റ് ആക്കിയിട്ട് ഉപ്പുമീൻ വറുത്തതും മുട്ട ഓംലെറ്റും പരിപ്പേറി ഉണ്ടല്ലോ രാവിലത്തെ, അതിൻ്റെ ബാക്കിയും കൂടി ചേർത്ത് അങ്ങോട്ട് കഴിക്കാം. പിന്നെ മോരിയാറ് ഇനിയും ഉണ്ട്, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ മുട്ട ഓംലെറ്റിന് നമ്മൾ ചോപ്പറൊക്കെ എടുത്ത്. അപ്പോൾ ചോപ്പറിൻ്റെ ലിങ്കെല്ലാം ഞാൻ നമ്മൾ വീഡിയോ കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ ഭാഗമായിട്ട് അത് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ടാഗ് ചെയ്തതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ലിങ്കാണത്. ഒരുപാട് പേര് ഈ ചോപ്പർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അടിപൊളിയാണെന്നൊക്കെ കമൻസിലൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി തന്നെയാണ്. ഇത്രയും ദിവസമായിട്ടും ഇപ്പോൾ ഒരുപാട് നാളായി ഞാൻ ആ ചോപ്പർ ഉപയോഗിക്കണത്, ഇതുവരെയും ചാർജ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞറിഞ്ഞ് ചാർജ് ചെയ്യുമ്പോൾ പറയാം എത്ര നാൾ ഇത് നിന്നെന്നുള്ളത്, ഒറ്റ ചാർജിങ്ങിൽ എത്ര നാൾ നിന്നെന്നുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് നാളായില്ലേ നിങ്ങൾ കാണുന്നതല്ലേ, ഇതുവരെ ചാർജൊന്നും പോയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ലിങ്ക്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും കമൻസിൽ, എന്താ ഇതിൻ്റെ ലിങ്ക് ഇതാ, അതിൻ്റെ ലിങ്ക് ഇതാ. അപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനെ ലിങ്ക് ഇങ്ങനെ പേഴ്സണലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടാഗ് ചെയ്ത് വെക്കണത് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് നോക്കാം, എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതേ മുട്ട ഓംലെറ്റൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഊണ് കഴിച്ച്. അപ്പോൾ ഇന്ന് വേറൊരു പരിപാടി പറഞ്ഞേക്കണത്, ഒന്ന് മട്ടാഞ്ചേരി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പാലസ് റോഡിൽ പോകണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കും. റയനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം, വെറുതെ ഒന്ന് നടന്നിട്ടൊക്കെ വരാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ റയനും കൂടി ഇങ്ങനെ കറങ്ങാൻ പോണതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മയും മകനും മാത്രമായിട്ട് പോകുന്നത് അതെല്ലാവർക്കും ഇഷ്ടമുണ്ട്. ഇവർക്ക് 3 പേർക്കും എന്നെ കൂടി ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ റയനെ ഒന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇന്ന് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്ക ദിവസവും ഭയങ്കര ഇരുട്ടായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് മഴ ഇപ്പോൾ പെയ്യുമെന്ന് വെച്ചിട്ട് പോകാൻ തോന്നുന്നില്ല. ഇന്ന് മഴ പെയ്താലും കുഴപ്പമില്ല, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നിൽക്കണേന്. അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉടുപ്പ് കുറേ ദിവസങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് ഓൾട്രേഷൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇന്നൊന്ന് ചെയ്തിട്ട് അതിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഈ തയ്യൽ മെഷീൻ്റെ കാര്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അത് അവരുടെ മകൾക്ക് മേടിക്കണമെന്നുണ്ട്. അന്ന് എനിക്ക് പിന്നെ അതിനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ ഇപ്പം തയ്ക്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് കാണിച്ചതാണ് കേട്ടോ. ഉഷ ജനമിൻ്റെ ഡ്രീം സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ ആകെ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യലും മാത്രമേ ഉള്ളൂ, എംബ്രോയ്ഡറിയും കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ നല്ല മെഷീൻ തന്നെയുണ്ട്. ഞാൻ മേടിക്കുമ്പോൾ 12,000 രൂപ ഏതാണ്ട് ആയിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല എത്ര രൂപയാണെന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം ഈ നൂലെല്ലാം കുറച്ച് ചുറ്റി വെച്ചിട്ടാണ് തയ്ക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നൂല് ചുറ്റുമ്പോഴേ അന്നും ഒരു ദിവസം ഞാൻ ഇതിങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് അയ്യോ ഇങ്ങനെയാണ് ആ നൂല് ചുറ്റണതെന്ന് ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ
ബോബിൻ്റെ അകത്ത് ഇതുപോലെ ഹോൾസ് ഉള്ള ഈ ടൈപ്പ് ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോബിനിലും ഹോൾസ് ഉണ്ട്. അത് ശരിക്കും നോക്കി കാണാൻ പറ്റും. ഇത് പിന്നെ നിറയെ ചുറ്റും ഹോൾസാണ് ഇത് മെറ്റലിൻ്റെ ഇതിൽ. അപ്പോൾ നമ്മൾ ഈ ഹോൾസിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഈ നൂല് 2 ഹോൾസിൽ കൂടി കയറ്റണം. മുന്നിലത്തെ ഭാഗത്തുനിന്നും പുറകിലത്തെ ഭാഗത്തുനിന്നും ഇങ്ങനെ 2 ഹോൾസിൽ കൂടി കയറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നൂല് ചുറ്റിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ബോബിനിൽ ഇങ്ങനെ ചുറ്റും കൈവച്ചിട്ട് ചുറ്റിയിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ അത് തിരിഞ്ഞ് അഴിഞ്ഞിങ്ങോട്ട് പോരും. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹോൾസിൽ കൂടി വേണം നമുക്ക് ഇത് കോർത്തെടുത്തിട്ട് നേരെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല, വേഗം തന്നെ ചുറ്റിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 ബോബിനിൽ ഞാൻ നൂല് ചുറ്റി വെക്കും. അത്യാവശ്യം നമുക്ക് വേഗം തീർന്നു പോയാൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് അഴിച്ച് വീണ്ടും ചുറ്റണ ആ ഒരു പരിപാടികൾ ചെയ്യണമല്ലോ. അതെ, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോബിനാണ്. അതിലുണ്ട് ഇതുപോലെ ഹോള്. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടി എടുത്തിട്ട് മുമ്പിലെ ഹോളിൽ കൂടി എടുത്തിട്ട് വെച്ചിട്ട് നൂല് വെച്ച് ചുറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറേ പേർക്ക് അറിയില്ല എന്നുള്ളത് എനിക്കത് അന്നത്തെ ആ വീഡിയോയിൽ കമൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതൊന്ന് ശരിക്കും കാണിക്കണേ ചേച്ചി എങ്ങനെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഞാൻ കാണിച്ചതാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതാണ്. പക്ഷേ അത് വീണ്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കും ഇത് ചെയ്യണ കാണുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് ബാക്കിൽ ഒരു ടക്ക് ഇട്ടാൽ മാത്രം മതി കേട്ടോ. ഇതൊരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ള, അതായത് നമുക്ക് ഓവർകോട്ട് പോലെ ഇങ്ങനെ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ലെങ്ത്താണ്, ഫുൾ ലെങ്ത്താണ്. പക്ഷേ ഫ്രണ്ടിൽ ഓപ്പണായിട്ട് ഒരു പകുതി വരെ മാത്രമേ ബട്ടണുള്ളൂ. ബാക്കി താഴെ ഭാഗം അരക്കെട്ടിൻ്റെ താഴേക്ക് ഇത് ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ്. പക്ഷേ നമ്മൾ ജീൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് അതിൻ്റെ അടിയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രണ്ട് ഭാഗം അടിച്ച് കൂട്ടി അറ്റം വരെ ആക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനത് ഏതായാലും അറ്റം വരെ ആക്കണില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഷ്രഗ് ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യാം. നല്ലൊരു ബനീനൊക്കെ ഉള്ളിൽ ഇട്ടിട്ട്, അതായത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് എന്തെങ്കിലും ഉള്ളിൽ ഇട്ടിട്ട് ഇത് മീതയിൽ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന രീതിയിൽ ജീൻസിൻ്റെ ഒപ്പമൊക്കെ ഇടാം. അതായത് ഒരു ജീൻസിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഇത് മീതയിൽ ഇങ്ങോട്ട് ഓർക്കോട്ട് പോലെയൊക്കെ ഇടാം. അങ്ങനത്തെ ഒരു സംഭവം. അധികം വിലയില്ല, അന്ന് പ്യുവർ കോട്ടണുമാണ്. അപ്പോൾ ഇത് 458 രൂപയാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തത്, ഞാൻ ആ ഒരു നമ്മൾ ഡെയിലി മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ഇത് പാനസ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിലേക്ക് കയറ്റിയിട്ട് അവർ നമ്മൾക്ക് പൈസ തരുമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു കൂപ്പൺ കൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചത് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പാനസ്മാർട്ടിൽ നിന്ന് നമ്മൾക്ക് തരുന്ന പൈസ കൂപ്പണായിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഏത് ഇത് സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം അതിട്ട് വെച്ചിട്ട് നമുക്കത് ആ ഒരു സൈറ്റിലിട്ട് ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുകൂടാതെയും അവർ നമുക്ക് ഗിഫ്റ്റായിട്ട് നമ്മളുടെ കയ്യിലും ചില ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആണ് ഈ പാനസ്മാർട്ടിൻ്റെ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ പേര് ഇങ്ങനെ ചോദിച്ചാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല, അവർ തന്നെ വന്ന് നമ്മൾ അതിൽ ജോയിൻ ചെയ്യിക്കണം. അങ്ങനെ ഉടുപ്പൊക്കെ തയ്ച്ച് ഇട്ട് ഞാൻ റയനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ. ഞാൻ റയനും കൂടി ഇല്ലേ എവിടെ പോണത്? പാലസ് റോഡ്. പാലസിൽ പോയിട്ട് എന്തൊക്കെയാണുള്ളത്? നടക്കും. ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കണ്ടാൽ മേടിക്കണം. പിന്നെ കൃഷ്ണ കഫേയിൽ പോയിട്ട് മസാല ദോശ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങണത്. മഴ പെയ്താൽ പണിയായി. 4:30-5 മണിയാകാറായി. അപ്പോൾ 5:15. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഊബർ ഓട്ടോയിലാണ് പോണത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കടകളിൽ കയറി നോക്കി, ചിലതൊക്കെ മേടിച്ച് പിന്നെ കൃഷ്ണ കഫേയിൽ വന്ന്. അപ്പോൾ അവിടെ AC റൂമിന് ഒഴിവുണ്ടായതുകൊണ്ട് നമുക്കിത് AC റൂമിലിരിക്കാൻ പറ്റി. മിക്കവാറും AC റൂം ഒന്നെങ്കിൽ പൂട്ടിയിട്ടേക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആളുണ്ടാവും. അങ്ങനെ ആദ്യം ഒരു മസാല ദോശ ഓർഡർ ചെയ്ത്, പിന്നെ ഒരു ബട്ടൂർ, അത് റയൻ്റെ ഫേവറേറ്റാണ്. പിന്നെ റയൻ എന്തോ ഒരു കൊതി പോലെ പറഞ്ഞൊരു സാധനമാണ് വെജിറ്റബിൾ കട്ട്ലറ്റ്. സ്കൂളിൽ കഴിച്ചൊരു ഓർമ്മ വന്നു മമ്മി. ഇവിടെ ഉണ്ട് ആ കട്ട്ലറ്റ്, ഈ ബീട്രൂട്ടൊക്കെ ഇട്ട് ചുവന്ന കട്ട്ലറ്റ്. അങ്ങനെ അതും മേടിച്ച്. ഒന്നും കൊള്ളൂലായിരുന്നു. ഫുഡ് മൊത്തത്തിൽ ഇത്തിരി ഫ്ലോപ്പായിരുന്നു. ഇതെന്ത് പറ്റി?
എന്താണ് ഇപ്പം പാടില്ല പാടില്ല കുഞ്ഞിന് അപ്പം നമ്മുടെ റൂബിക്കുഞ്ഞിന് ഇന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത ദിവസം ഇതുകൊണ്ട് തന്നെയും അവൾക്ക് ഇത്തിരി ശ്വാസം മുട്ടൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ സന്തോഷിച്ചു. അവളിങ്ങനെ ചാടിത്തുള്ളിയല്ലേ വരണത്. പക്ഷേ ഇന്നിപ്പോൾ അവൾക്ക് അങ്ങനെ ഓടി വരാനൊന്നും പറ്റിയില്ല കേട്ടോ. പതിയെ ഇങ്ങനെ ആനക്കുഞ്ഞു എന്നെ പോലെയാണ് വന്നത്. എന്നിട്ട് ഭയങ്കരമായിട്ട് കഥക്കലും ഈ കിളിയുടെ ശബ്ദം വരലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഏതായാലും റൂബിക്ക് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കേട്ടോ. അതുവരെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോകില്ലായിരുന്നല്ല. അപ്പോൾ അങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മളുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് പിന്നെ അകത്തേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ നല്ല ഇരുണ്ട് നിൽക്കണേണ്, ഇതുപോലെ നിൽക്കണേണ് ശരിക്കും. അപ്പോൾ ക്യാമറയുടെ ചില സമയത്തുള്ള ആ ഒരു കളറിൻ്റെ ഒരു വെള്ള പോലെ കണ്ടെങ്കിലും ഇതുപോലെയാണ് ശരിക്കും നിൽക്കുന്നത്. നല്ല ഇരുണ്ട് നിൽക്കണേണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോന്ന്. ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. റൂബി കുഞ്ഞിന് ഇത്തിരി ആവി പിടിക്കണം. ഇന്നിപ്പോൾ ശ്വാസം മുട്ടൽ ഇത്തിരി ഉണ്ട്. അപ്പോൾ ഇത്തിരി ആവി പിടിക്കണം. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചൊരു ചെരുപ്പായിരുന്നിട്ട് എനിക്ക് ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. 2 എണ്ണം മേടിക്കാനാണ് പോയത്. ഒരെണ്ണം കിട്ടിയുള്ളൂ. ഇതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ തന്നെയും കുഴപ്പമില്ല. നമുക്ക് കാലുവേദന ഇല്ലാതെ തന്നെയും ഒരു ഹീൽസ് അങ്ങനെ ഇടാൻ പറ്റിയൊരു ചെരുപ്പാണ്. സാധാരണ ചെരുപ്പ് ഹീൽസ് ഇട്ട് കഴിയുമ്പോൾ കാലുവേദന വരും. കുറേ അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അങ്ങനെ അല്ല. ഇത്തിരി സമാധാനമായിട്ട് കാലുവേദന ഇല്ലാതെ നമുക്ക് സാരി എടുക്കുമ്പോൾ ഹീൽസ് എന്തായാലും വേണമല്ലോ. അപ്പോൾ ആ ഒരു ചെരുപ്പ് മേടിച്ച് അതിന് എത്രയോ 1000-ത്തിനടുത്താണ് വില. 980 ആണെന്ന് തോന്നുന്നുണ്ട്. റയൻ ആണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഓർക്കണില്ല. പിന്നെ അതെ ഈ ഒരു ഷൂസ് ഞാൻ നേരത്തെ തന്നെ മേടിച്ചിട്ട് വെച്ചാണ്. പക്ഷേ റയൻ സമ്മതിക്കണില്ല. കല്യാണത്തിനൊന്നും ഇത് ഇടാൻ പാടില്ല മമ്മി, ബ്ലാക്ക് ഒന്നും ഇടണ്ട, നമ്മുടെ ഫംഗ്ഷന് മമ്മി ഇത് ഇടണ്ട, അത് മമ്മി വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എടുത്താണ്. അപ്പോൾ ഇതുപോലത്തെ വൈറ്റ് ഷൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, യെല്ലോ ഷൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പോയിട്ടാ. അതെല്ലാം ചെറിയ രീതിയിലൊന്ന് പൊളിഞ്ഞപ്പോൾ തന്നെ റയൻ അതെടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞ്. അത് നമുക്ക് റിപ്പയർ ചെയ്തൊക്കെ എടുക്കാമെങ്കിൽ തന്നെ അവൻ സമ്മതിക്കൂല. അങ്ങനെയൊക്കെയാണ് റയൻ്റെ സ്വഭാവം. അത് വലിച്ചെറിഞ്ഞ് കളയും, അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുക്കുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആ വൈറ്റ് ഷൂസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത് ഇനി ഫ്ലിപ്കാർട്ടിൽ സ്റ്റോക്കും ഇല്ല. അല്ലെങ്കിൽ ആ വൈറ്റ് ഷൂസ് വീണ്ടും ഞാൻ എടുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതേ റൂബിക്ക് അപ്പം ഞാൻ വന്ന് പിന്നെ ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് റൂബിക്ക് സമാധാനമാകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒന്ന് കിടന്നതാണ്. അപ്പം ഞാനിവിടെ കിടന്നാൽ അവൾ അങ്ങനെ ആശ്വസിച്ച് കിടക്കും. അതിന് വേണ്ടി അവിടെ കിടത്തിയതാണ് അവളെ. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ന് നടക്കാനൊന്നും പോകാൻ നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ ആവിയൊക്കെ പിടിപ്പിച്ച് പിന്നെ ഇനി പപ്പക്കൊന്ന് മുട്ട ഓംലെറ്റ് ആക്കിയിട്ട് വീണ്ടും രാത്രിത്തേക്ക് അത് തന്നെയുള്ള ഞാൻ പറഞ്ഞില്ല, കറികളൊന്നുമില്ല, ചിക്കൻ മാത്രമേ ഫ്രീസറിലുള്ളത്. പപ്പ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ പപ്പക്ക് ഞാനവിടെ മുട്ട ഓംലെറ്റ് ആക്കണ നേരത്താണ് റയൻ വന്നിട്ട് ആവി കൊടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് റയനപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യണം മമ്മിയും വേണമെന്നുണ്ടെങ്കിൽ അത് ആവി പിടിച്ചോ. എനിക്കും പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തുമ്മൽ ജലദോഷം പോലെ. അന്നേ മമ്മിയും കൂടി കുറച്ചേരം ആവി പിടിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനും കുറച്ച് നേരം ഇരുന്നിട്ട് ആവി പിടിച്ചേട്ടാ. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു മമ്മി ആവി പിടിച്ചത് കൊണ്ട് മമ്മിയുടെ ഈ മുഖത്തുള്ള പോസൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കണല്ലേ. അപ്പോൾ അതിലേക്ക് ഈ ബ്ലാക്ക് ഹെഡ് പോകുന്ന ആ ഒരു സ്റ്റിക്കർ ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോരും. അപ്പോൾ അതുകൊണ്ട് മമ്മി അത് ഒന്ന് മൂക്കൊന്ന് നനച്ചിട്ടും കാരണം അത് നനഞ്ഞ സ്ഥലത്താണ് ഒട്ടിക്കേണ്ടത്. അങ്ങനെ ഞാൻ വേഗം തന്നെ മൂക്കൊക്കെ ഒന്ന് നനച്ചിട്ടും വന്ന്. ഇതൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ട്രൈ ചെയ്ത് തന്നത്. ആ ഒരു ചെറിയൊരു ടൂളില്ലേ നമ്മളുടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ എടുക്കണം, അത് ഉണ്ട് ഇവിടെ. അത് വെച്ചിട്ട് അവൻ എടുത്തു തരും. പക്ഷേ നമ്മളുടെ മൂക്കിൻ്റെ പരിപ്പെടുക്കും. അതുകൊണ്ട് അത് ഞാൻ ചെയ്യിക്കില്ല. നമ്മളുടെ മൂക്കൊക്കെ നീര് വെച്ച് വീർത്ത് പോകും. അത്രയും അവനതെടുക്കും. അപ്പോൾ ഈ ഒരു സംഭവം റോജർ മേടിച്ചതായതുകൊണ്ട് അതിവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അതേ ഒട്ടിച്ച് തന്ന്. പിന്നെ ഇത് ഒട്ടിച്ച് പിടിച്ചിട്ട് മുറ്റത്ത് കൂടി ഞാനും ഇവനും കൂടി കുറേ അധികം നേരം നടന്നു. ഇതിന് എത്രയോ ടൈം വേണം. അങ്ങനെ ആ സമയം കൊണ്ട് അത് ഏകദേശം അത് പൊളിക്കാനുള്ള ടൈമായി. അപ്പോൾ അതേ പൊളിച്ചെടുത്തിട്ട് എന്നെ കാണിച്ചു തന്നത് ഇത്രയും ബ്ലാക്ക് ഹെഡ്സ് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ വീണ്ടും കാണാം. താങ്ക്